Hi guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ചൊരു ഇൻഫർമേഷൻ പാസിങ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. കുറച്ച് കാര്യവിവരങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അങ്ങനെ ഭയങ്കര ഇൻഫർമേഷനും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ബ്യൂട്ടി ജ്വല്ലറി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട്, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടില്ല. അത് കാരണം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിലൊരു മെജോറിറ്റി ഓഫ് ആൾക്കാരും നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസിങ് ചെയ്യുന്നവരാണ്. ഈതർ ആമസോൺ അല്ലെങ്കിൽ നൈക്ക, ഫ്ലിപ്കാർട്ട്, സ്നാപ്ഡീൽ, മിന്ത്ര, ജബോങ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ യൂഷ്വലി പർച്ചേസ് ചെയ്യാറുള്ള ആൾക്കാരാണ് മെജോറിറ്റിയും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള പർച്ചേസിങ്, ഓൺലൈൻ പർച്ചേസിങ് അധിക പേർക്ക് അത്ര അങ്ങോട്ട് ഫെമിലിയർ എല്ലാം തോന്നുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ അല്ല, പക്ഷെ എനിക്ക് കുറച്ച് ഡൗട്ട്സ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ ഇടുന്ന ഇയറിങ്സ് ആണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാറ്. ഇയറിങ്സ് ഒക്കെ എവിടുന്നാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം എന്ന് പറയാറുണ്ട്. അതേപോലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീ ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത കുറേ ജ്വല്ലറി കളക്ഷൻസ്, കുറേ മാല, കുറേ ഇയറിങ്സ്. പിന്നെ അതേപോലെ എൻ്റെ ഷോപ്പിംഗ് ഹാൾസിനകത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ ഷോപ്പിംഗ് ഹാളിലും രണ്ടാമത്തെ ഷോപ്പിംഗ് ഹാളിലും ഞാൻ കാണിച്ച ജ്വല്ലറീസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നായിരുന്നു പർച്ചേസ്. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അതൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ തോന്നി. ഇത് പലർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ലൈക്ക് എനിക്കറിയാം, ഇപ്പം നിങ്ങളുടെ ഇടയിൽ തന്നെ പലരും ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, അതായത് ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. കാരണം ചാനൽ തുടങ്ങിയതിന് ശേഷം കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഇൻസ്റ്റാഗ്രാം തുടങ്ങണം, നല്ലതായിരിക്കും, നമുക്ക് കുറേ പേരെ ഫോളോ ചെയ്യാം, നമുക്ക് കുറേ സ്റ്റൈൽസ് കിട്ടും, പിന്നെ ഇതുപോലെ പർച്ചേസിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ 6 മന്ത്സ് കഴിഞ്ഞു. ഇതിപ്പോൾ 7ാമത്തെ മാസം തോന്നുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടും അത്ര തന്നെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്നെക്കാട്ടും മുന്നേ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടാവും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ മെയിൻലി ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ ആദ്യം പറയാം. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പോലെ തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക, ഡൗൺലോഡ് ചെയ്യുക. അതും നമ്മുടെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും വേണം. അത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഹൈഡ് ചെയ്തിട്ട് തന്നെ ഉണ്ടാവുക. നമുക്ക് വേണമെങ്കിൽ പബ്ലിക് ആക്കാം. ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ പബ്ലിക് ആക്കിയിട്ടുണ്ട്. എൻ്റെ ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാഷൻ ദിവ ഇമെയിൽ ഐ ഡി ആണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും എനിക്ക് മെയിൽ അയക്കണമെങ്കിൽ അവർക്ക് മെയിൽ അയക്കാമല്ലോ, വെറുതെ അവർ എൻ്റെ അടുത്ത് ഇമെയിൽ ഐ ഡി ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ പബ്ലിക് ആക്കിയിട്ടാണ് വെച്ചത്. ഫോൺ നമ്പർ ഒബ്വിയസ്ലി എല്ലാവരും ഹൈഡ് ചെയ്ത് വെക്കണ പോലെ തന്നെ ഞാനും ഹൈഡ് ചെയ്തിട്ടാണ് വെച്ചത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നതെന്ന്. അതായത് ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഓക്സിഡൈസ് ജ്വല്ലറി, ഇപ്പോൾ അധികം പേരും ഓക്സിഡൈസ് ജ്വല്ലറിയാണ് ഇപ്പോഴത്തെ ഒരു പർച്ചേസിങ് നല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസ്ഡ് ആണ് അല്ലേ. എവിടെ നോക്കിയാലും ഓക്സിഡൈസ് ജ്വല്ലറിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. ഇതിനകത്ത് കണ്ടോ ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്കൊക്കെ പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഹോം എടുക്കുക. ഹോം നമ്മൾ പ്രത്യേകിച്ച് എടുക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ഹോമാണ് ഓൾറെഡി തുറന്ന് വരിക. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ തന്നെ ഹോമാണ് തുറന്ന് വരിക. ഇനിയിപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഹോമിൻ്റെ തൊട്ടടുത്തൊരു സെർച്ച് ബട്ടൺ ഉണ്ട്. ഇപ്പം ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അധികം കാണാറ് കുക്കിങ്ങിൻ്റെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റൈൽസ് കാര്യങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ ട്രോളൊക്കെ എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹോമിൻ്റെ തൊട്ടടുത്ത് സെർച്ച് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബാർ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓക്സിഡൈസ് ജ്വല്ലറി എന്ന് വെറുതെ ഒന്ന് അടിച്ചു നോക്കാം. ഓക്കെ, ഓക്സിഡൈസ് ജ്വല്ലറി എന്ന് അടിച്ചു നോക്കുമ്പോൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ, അതായത് കുറേ പേജസ് വരും. ഓക്സിഡൈസ് ജ്വല്ലറി എന്ന് അടിക്കുമ്പോൾ തന്നെ ഇവിടെ കുറേ എണ്ണം വരും. അപ്പോൾ ഇതൊക്കെ ടാഗ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ടാഗ് ചെയ്തിട്ടുള്ള ഓക്സിഡൈസ് ജ്വല്ലറിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ കുറേ ഓക്സിഡൈസ് ജ്വല്ലറീസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കമ്മൽ ഞാൻ എടുത്തു.
ഇപ്പോൾ ഓക്സിഡൈസ് ജ്വല്ലറി എന്ന് അടിക്കുമ്പോൾ തന്നെ കുറേ #, ഓക്സിഡൈസ് ജ്വല്ലറിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആയി തന്നെ ക്ലിക്ക് ചെയ്തു. എല്ലാം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആയി തന്നെ ക്ലിക്ക് ചെയ്തപ്പോൾ കുറേ മാല, കമ്മൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്കിപ്പോൾ എടുത്ത് നോക്കാം കേട്ടോ. ഇത് നോക്കട്ടെ. ഇതിപ്പോൾ എനിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് വന്നിട്ട് ഒരു കൃഷ്ണ ജ്വല്ലറി എന്ന് പറഞ്ഞ ആൾക്കാരുടെയാണ്. അപ്പോൾ കൃഷ്ണ ജ്വല്ലറി എടുക്കുക. കൃഷ്ണ ജ്വല്ലറി എടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ഇങ്ങനത്തെ, അവരൊരു ഓൺലൈൻ സ്റ്റോറാണ്, അവർ ഇഷ്ടംപോലെ ഇങ്ങനത്തത് വിൽക്കുന്നുണ്ട്. കുറേ കമ്മൽ, മാല, വളയൊക്കെ. നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോളോ പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്, അവരെ ഫോളോ ചെയ്യാം. ഇവിടെ നമുക്ക് ഫോളോ ചെയ്യാം, ഫോളോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ താഴെ കുറേ പേജസ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ വന്നിട്ടുള്ള പേജസ് ഒക്കെ ഓക്സിഡൈസ് ജ്വല്ലറി ഓൺലൈൻ സ്റ്റോർ ആ ഒരു ടാഗ് അനുബന്ധിച്ചു, അതായത് ആ ഒരു ടാഗ് വെച്ചിട്ടുള്ള പേജസ് ആണ് വന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇപ്പോൾ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് ഹൗസ് ഓഫ് ഇയറിംഗ് ഒഫീഷ്യൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് നമ്മളിവിടെ ഫോളോ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് വീണ്ടും കുറേ സജഷൻസ് ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയുക, നമ്മളായിട്ട് അങ്ങോട്ട് തപ്പിയെടുത്ത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, എല്ലാം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഞാൻ പർച്ചേസ് ചെയ്യുന്ന കുറച്ച് ജ്വല്ലറി സ്റ്റോഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതാണ് ഇപ്പോൾ നോക്കുക, ബോൾ ഓഫ് വാക്സ് നോക്കാം. ബോൾ ഓഫ് വാക്സ് ഓക്കെ. ഇപ്പോൾ ഈ ഒരു ജ്വല്ലറി എന്ന് വിചാരിക്കും. ഇപ്പോൾ എനിക്ക് ഇതിപ്പോൾ ഇഷ്ടമായി, ഇതിപ്പം ഈ ഒരു മാല എനിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കും. ഈ ഒരു മാല ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ നേരെ ഇവർക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ ഒരു പേജിൻ്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഫോളോ ചെയ്തിട്ടുള്ള പേജാണ്. അപ്പോൾ അവിടെ ഒരു മെസ്സേജ് കാണാം മുകളിൽ. മെസ്സേജ് ക്ലിക്ക് ചെയ്യുക. ഇവർക്ക് ഓൾറെഡി ഞാൻ മെസ്സേജൊക്കെ അയച്ചു കൊടുത്തിട്ട്, അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ആ ഒരു സ്ക്രീൻഷോട്ട് അയച്ചിട്ട് എത്ര രൂപയാണെന്ന് ചോദിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഓൺലൈൻ ജ്വല്ലറി ഏതൊക്കെയാണ് ഇപ്പോൾ ഓൺലൈൻ ജ്വല്ലറി സ്റ്റോഴ്സ് നമ്മൾ അങ്ങനെ അങ്ങോട്ട് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഒരു 3-4 എണ്ണം നമ്മൾ നല്ലതൊന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സജഷൻസ് ആയിട്ട് നമ്മുടെ പേജിൽ, നമ്മുടെ ഹോം പേജിൽ തന്നെ നമുക്ക് അങ്ങനെ സജഷൻസ് കയറി വന്നോളൂ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യുക, എന്താ വെച്ചാൽ ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഓർഡർ കൊടുത്ത ഒരു പേജ് ഞാൻ കാണിക്കാം. അവരുടെ പേര് വന്നിട്ട് ദി ജ്വല്ലറി പാലസ് എന്നാണ് അവരുടെ. 1 സെക്കൻഡ്, ഇതാണ് അവരുടെ പേജ്. ഇതിപ്പോൾ ഞാനൊരു 2 ദിവസം മുന്നേ ആയിട്ട് ഞാൻ കൊടുത്തതാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ കുറേ ഇയറിങ്സ് ഉണ്ട്. അവർ മെയിനായിട്ട് ഇയറിങ്സ് ആണ്. കുറേ ഇയറിങ്സ് ആണ്. ഞാനൊരു 2 ഇയറിങ്സ് ഞാൻ എന്താ പറയുക, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ മെസ്സേജ് അയച്ച് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഹായ് പ്ലീസ് വാട്സപ്പ് ടു പ്ലേസ് യുവർ ഓർഡർ. അങ്ങനെ, അതായത് ചില ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സ് അവർ ഓർഡർ എടുക്കുന്നത് വാട്സാപ്പിലായിരിക്കും. ഞാൻ പർച്ചേസ് ചെയ്ത് ഷീ ട്രെൻഡ്സ്, ട്വിങ്ക്ലേഴ്സ്, പിന്നെ ടിങ്കിൾ ഷോപ്പ്, പിന്നെ ട്രെൻഡ്സ് ഇല്ല, അവരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെയായിരുന്നു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യണം, ഏതാണ് നിങ്ങളുടെ ഓർഡർ, ഒന്ന് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക ഈ നമ്പറിലേക്ക്. പുള്ളിക്കാരിയുടെ പേര് വന്നിട്ട് വാണി എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വാട്സപ്പ് ചെയ്തു. പേയ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 99% ഓഫ് ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സിനും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. ഓക്കെ, 99% ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം ജ്വല്ലറി സ്റ്റോഴ്സിനും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. നമ്മൾ ആദ്യമേ കാശ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അവർ നമുക്ക് കൊറിയർ അയക്കുക. അപ്പോൾ ചിലവർ ഇത് വിചാരിക്കും, അയ്യോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാണ്ട് എങ്ങനെയാണ്, എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ അടുത്ത സാധനം എത്തിയില്ലെങ്കിലോ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ വളരെ ലോജിക്കലായിട്ട്, വളരെ പ്രാക്ടിക്കലായിട്ട് ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാം. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ജ്വല്ലറി സ്റ്റോർ ഇപ്പോൾ നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുക, നമുക്ക് അവരുടെ കളക്ഷൻസ് ഇഷ്ടമായി, ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അവരുടെ അതായത് എത്ര നാളായി അവർ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാവും. അപ്പോൾ എത്ര നാളായി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടൊക്കെ ഒന്ന് നോക്കുക. പിന്നെ അതുപോലെ ചിലപ്പോൾ അവരുടെ ഹൈലൈറ്റ് സ്റ്റോറീസിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും കസ്റ്റമർ റിവ്യൂസും കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടി നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ഒബ്വിയസ്ലി അവർക്ക് അയച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ
റിവ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പ്ലേസ് ചെയ്യാനായിട്ട്. അല്ലാതെ ഇപ്പോൾ ജസ്റ്റ് ഒരു പേജ്, ആ പേജിന് അധികം ഫോളോവേഴ്സ് ഇല്ല, അതേപോലെ ആ പേജിൽ ആകെ 5-6 ഫോട്ടോസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്ക് ഒരു ഡൗട്ട്ഫുൾ ആയിരിക്കും ഈ സാധനം നമുക്ക് എത്തുമോ, കാരണം അധികം പേജസ്, അധികം ഫോട്ടോസ് ഇല്ല, അധികം ഫോളോവേഴ്സ് ഇല്ല. പക്ഷേ നേരെ മറിച്ച് നമ്മൾ കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കലായിട്ട് ലോജിക്കലായിട്ട് ചിന്തിക്കുകയാണ്, ബുദ്ധിപരമായി ചിന്തിക്കുകയാണ്. ഇപ്പോൾ അവരൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത്, ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തത് ജ്വല്ലറി പാലസ്. ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓർഡർ അല്ല, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 4ാമത്തെ ജ്വല്ലറി സ്റ്റോറാണ്, 4ാമത്തെ 5ാമത്തെ ജ്വല്ലറി സ്റ്റോറാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. ഇവർക്ക് 2016 ഓൺവേർഡ്സ് ഇവർ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2016 ഓൺവേർഡ്സ് ഇവർ ആക്റ്റീവ് ആണ്. 2016 കഴിഞ്ഞ് 17 കഴിഞ്ഞ് 18 കഴിഞ്ഞ് ഇപ്പോൾ 19 ആയി. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് അങ്ങനെ ഒരു അവർ ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് ആ ഒരു ഡൗട്ടേ നമുക്ക് വരുന്നില്ല. എന്ന് വെച്ച് 2016 ഓൺവേർഡ്സ് ഉള്ളവരെ മാത്രമാണ് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഷീ ട്രെൻഡ്സ് അല്ലെങ്കിൽ ഗ്ലിറ്റേഴ്സ് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്, ശ്വേത എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ അവരുടെ എടുക്കുകയാണെങ്കിൽ 2017 ഓൺവേർഡ്സ് പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് കസ്റ്റമർ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഡൗട്ടേ മനസ്സിൽ വേണ്ട കാര്യമില്ല. പിന്നെ ഇവർ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ പക്ക പ്രോപ്പർ ഒരു മാനേജ്മെൻ്റ് ആണ്, അതായത് പക്ക ആയിട്ടാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ മിനിഞ്ഞാന്ന് വൈകിട്ടാണ് ഞാൻ ഇവരുടെ പേജിൽ ഈ ഒരു ഇയറിങ്സ് മൊത്തത്തിൽ, അതായത് മൊത്തം ഇയറിങ്സിൽ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ 200 rupees, 2 എടുത്തു കഴിഞ്ഞാൽ 300 rupees. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒക്കെ നല്ല വലുപ്പമുള്ള നല്ല ഭംഗിയുള്ള ഇയറിങ്സ്. അപ്പോൾ എനിക്ക് പൊതുവേ അതുകൊണ്ട് ഭയങ്കര ക്രേസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ചൂസ് ചെയ്തു. ബിക്കോസ് 2 300 കുറച്ചുകൂടെ ലാഭം പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് ചൂസ് ചെയ്തു. അവർ പറഞ്ഞനുസരിച്ച് ഞാൻ അവർക്ക് വാട്സപ്പ് ചെയ്തു ഏതൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു ആ ഫോട്ടോനകത്ത് ഏതൊക്കെയാണ് വേണ്ടതെന്ന്. നമുക്കൊരു 50 രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട്, ബിക്കോസ് അവർ അയക്കുന്നത് ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ 50 rupees ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. അപ്പോൾ 350 rupees ആയി. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതായത് NEFT ചെയ്യാം, ഗൂഗിൾ പേ ചെയ്യാം. അപ്പോൾ ഞാൻ ഗൂഗിൾ പേ ആണ് ചെയ്തത്, ബിക്കോസ് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രാൻസ്ഫറിങ്ങും നടക്കും, പെട്ടെന്ന് ആൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഗൂഗിൾ പേ ചെയ്തു, 350 rupees ചെയ്തു. അവിടെ റിസീവ്ഡ് എന്ന് അപ്പം തന്നെ പറഞ്ഞു, ഒരു 2-3 minutesന് ശേഷം തന്നെ റിസീവ്ഡ് ആയതിനു ശേഷം എൻ്റെ അഡ്രസ്സ് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ എത്ര ദിവസം എന്ന് പറയുമ്പോൾ അവർ കുറച്ച് നീട്ടിയിട്ട് പറയും. അവരൊരു 6 to 7 വർക്കിംഗ് ഡേ ആണ് അവർ പറയുക. പക്ഷെ അത്രയും എടുക്കില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അത്രയും എടുക്കില്ല. കാരണം എന്താ വെച്ചാൽ അവർ കുറച്ചൊന്ന് കൂട്ടി കുറച്ച് ജാസ്തിയായിട്ട് പറയണതാണ്. കാരണം ഇനി എങ്ങാനും എന്തെങ്കിലും കൊറിയർ ഡിലേ ആയാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, മിനിഞ്ഞാന്ന് വൈകിട്ടാണ് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ കൊറിയർ ഓൾറെഡി പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നാളത്തെ കൊറിയറിൽ ചെയ്തു തരുന്നു, അതായത് ഇന്നലത്തെ കൊറിയറിൽ ചെയ്തു തരുന്നു. എന്നാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഈ കാര്യം മറന്നുപോയി. ഞാൻ ഓഫീസിലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് എന്തോ ഒരു മെസ്സേജ് വന്ന് നോക്കിയപ്പോഴാണ് ഇവർ DTDC കൊറിയറിൻ്റെ മറ്റേ POD ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ആ ഒരു റെസീറ്റ് ഉണ്ടാവുമല്ലോ, നമ്മുടെ POD നമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു റെസീറ്റ് അവർ അയച്ചു. അങ്ങനെ പക്ക മാനേജ്മെൻറ്റിൽ മൂവ് ചെയ്യുന്ന വളരെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സ് ഉണ്ട്. അപ്പോൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ തിങ്കിങ് അനുസരിച്ചിട്ടാണ്, നമ്മുടെ ഒരു കഴിവാണത്. അവരെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം ഇന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അതായത് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ, ഇവർ കുഴപ്പമില്ല, ഇവർ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്നിപ്പോൾ ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞ 2-3 പോയിന്റ്സ് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഇവർ ഭയങ്കര ആക്റ്റീവായിട്ട് ജ്വല്ലറീസൊക്കെ എന്താ പറയുക വിറ്റുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കസ്റ്റമേഴ്സൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ സ്റ്റോറിയിലും ഹൈലൈറ്റ്സിലൊക്കെ ഇവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. ബിക്കോസ് നമ്മൾ എവിടുന്നോ വരുന്ന ആമസോണും ഫ്ലിപ്കാർട്ടും നൈക്കിയൊക്കെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെയാണ് നമ്മുടെ അടുത്ത സ്റ്റേറ്റ്സ് അല്ല, നോർത്താണ് അധികം, അവിടെ നിന്നൊക്കെ വരേണ്ടത് നമുക്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ. പിന്നെ പ്രോഡക്ട്സ് വരുന്നത്, എനിക്ക് ഇന്നേ വരെ കിട്ടിയ പ്രോഡക്ട്സ് ഇപ്പം ഇവരുടെ അടുത്ത് ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ ഓർഡറാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് എനിക്കറിയില്ല.
ബട്ട് എനിക്ക് ഉറപ്പുണ്ട് ഇത് നല്ല രീതിയിലായിരിക്കും കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ പൊതുവേ നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പാക്കറ്റിൽ, ഐ മീൻ ഒരു ബോക്സിനായിട്ടാണ്, നല്ല സ്റ്റേർഡി ആയിട്ടുള്ള ഒരു ബോക്സിനകത്താണ് എപ്പോഴും എനിക്ക് കിട്ടാറ്, നന്നായിട്ട് പ്ലേസ് ചെയ്ത്. അതായത് ബോക്സിനകത്ത് വീണ്ടും ബബിൾ റാപ്പൊക്കെ ചെയ്ത്, ഇപ്പം ഈ ഒരു മാല, പിന്നെ ഇതിനുള്ളൊരു കമ്മൽ, ഇതിൻ്റെ ഒരു വലിയ, എനിക്ക് തോന്നുന്നു ഞാനതൊക്കെ എൻ്റെ ഷോപ്പിംഗ് ഹാളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് അങ്ങനത്തെ ആ ഒരു രീതിയിൽ തന്നെയാണ് അവരായി. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ഇങ്ങനെ എപ്പോഴും, അതായത് നന്നായിട്ട് നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്ന പേജസ് ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അറിവിലുള്ള അങ്ങനത്തെ പേജസിൻ്റെ ലിങ്ക്, ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ ഷോപ്പ് ചെയ്തിട്ടുള്ള ഒരു 4-5 ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സ് ഞാൻ ഇതിൻ്റെയും കൂടെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. എനിവേസ് ഈ ഒരു കൊറിയർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരും. എൻ്റെ അടുത്തൊരു ഷോപ്പിംഗ് ഹാൾ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരും. ബിക്കോസ് ഞാൻ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ്, സ്കിൻ കെയർ പ്രോഡക്ട്സും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു 2 ഇയറിങ്സും കൂടെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ പർച്ചേസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ പല എന്താ പറയുക, നമ്മളിപ്പം നോർത്തിലൊക്കെ, ഇപ്പം ഡൽഹി, മുംബൈ, ജയ്പൂർ, ഇപ്പം അവിടെയൊക്കെയാണ് ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ഫസ്റ്റ് ഇറങ്ങുക. അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങുക. അപ്പോൾ അവിടെ ഇറങ്ങുന്ന ആ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഓർഡർ ചെയ്ത് നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഓഫീസ് അഡ്രസ്സ് ആണെങ്കിൽ ഓഫീസ് അഡ്രസ്സ്, ഞാനിപ്പോൾ ഇതൊക്കെ എൻ്റെ ഓഫീസ് അഡ്രസ്സാണ് ഞാൻ കൊടുക്കാറ്. ബിക്കോസ് എന്തായാലും ഇട ദിവസമായിരിക്കുമല്ലോ കിട്ടണത്. അപ്പം ഇവിടുത്തെ കൊടുക്കുന്നതിനെക്കാട്ടും ഞാൻ ഓഫീസ് അഡ്രസ്സാണ് കൊടുക്കുക. അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു രസമാണ്. ബിക്കോസ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഡ്രസ്സ്, പിന്നെ സാരീസ്, അതായത് ഡ്രസ്സിൽ തന്നെ ടോപ്സ്, സാരീസ്, കുർത്തീസ് ഒക്കെ കിട്ടുന്ന സ്റ്റോഴ്സൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിതൊരു പർച്ചേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റിയൊന്നും എനിക്ക് പറയാനില്ല, ഞാൻ പറയുന്നുമില്ല. എങ്ങനെ ഉണ്ടെന്ന് എനിക്കൊന്ന് നോക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ നോക്കട്ടെ. നല്ല ഈ പറഞ്ഞ പോലെ പേജസ് ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ കുറേ പേർക്കൊക്കെ അറിയണ കാര്യമൊക്കെ തന്നെ ഞാൻ ഈ വീഡിയോനകത്ത് പറഞ്ഞിട്ടുള്ളൂ. എക്സ്ട്രാ ആയിട്ടൊന്നും ഞാൻ ഇൻപുട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അറിയാത്തവർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ബൈ.